TVSന്റെ അഡ്വഞ്ചർ ബൈക്ക് വരുന്ന കാര്യം കുറച്ച് പേർക്കൊന്നും അറിയായിരിക്കും. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. TVSന്റെ വരാനിരിക്കുന്ന ഫസ്റ്റ് ADV മോട്ടോർ സൈക്കിൾ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലാണ് വണ്ടി ഇപ്പോൾ ടെസ്റ്റിംഗിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇതൊരു 300 cc വരുന്നൊരു അഡ്വഞ്ചർ ടൂറർ സെഗ്മെന്റിൽ വരുന്നൊരു മോഡലാണ്. നമുക്ക് ലോങ് ട്രിപ്പിനും അഡ്വഞ്ചറിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അഡ്വഞ്ചർ ടൂറാണ്. ഈ ഒരു സെഗ്മെന്റ് ഇറക്കുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും മാർക്കറ്റ് പഠിക്കാൻ പറ്റുന്നൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. കാരണം എല്ലാ ആൾക്കാരും അഡ്വഞ്ചർ ടൂറിന് ഇപ്പോൾ നല്ലൊരു ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഡിസൈൻ നമുക്ക് ഫുള്ളി ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഫുൾ കവേർഡാണ്. ടെസ്റ്റിംഗ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഫുൾ അവർ പൊതിഞ്ഞിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും വെക്കുക. എന്തായാലും ഫ്രണ്ട് ഡിസൈനൊക്കെ ചെറിയ രീതിക്ക് കാണാൻ പറ്റും. TVS ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസൈനിലായിരിക്കും ഈ ഒരു ബൈക്ക് വരാൻ പോകുന്നത്. ആ ഒരു സ്പോട്ട് ചെയ്ത ഇമേജിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ടിലൊരു LED ലൈറ്റാണ് വരുന്നത്. ഒരു പ്രൊജക്ടർ LED ലൈറ്റ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഡബിൾ സൈഡിലെ ലൈറ്റ് ആയിരിക്കും വണ്ടിക്ക് വരാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലൊരു UHT ഫോർക്ക് തന്നെയായിരിക്കും അവർ കൊടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇതൊരു ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ ഉള്ള UHT ഫോർക്ക് ആയിരിക്കും. റീബൗണ്ട് കമ്പഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഷോക്ക് സെറ്റപ്പ് ആയിരിക്കും ഫ്രണ്ടിൽ വരാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന അടുത്ത കാര്യം, വണ്ടിക്ക് വലിയൊരു വിൻസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റ് ഉള്ള വിൻസ്ക്രീൻ. ഹൈവേസിൽ ക്രൂസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും വിൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പിന്നെ വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മീറ്റർ കൺസോളൊന്നും അതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ ചെറിയൊരു മഡ്ഫ്ലാപ്പാണ് കാണാൻ പറ്റുന്നത്. അത്ര നീളത്തിലില്ലല്ല, ഹിമാലയം പോലൊന്നുമല്ല, ചെറിയായിട്ടുള്ളൊരു മഡ്ഫ്ലാപ്പാണ്. പിന്നെ വണ്ടീൻ്റെ ടാങ്ക് കുറച്ച് വലുതാണ്. ഇതൊരു അഡ്വഞ്ചർ ടൂർ ആയതുകൊണ്ട് തന്നെ ടാങ്ക് റേഞ്ച് കുറച്ച് വലുപ്പത്തിൽ വണ്ടിക്ക് ഉണ്ടാവും. വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള മോഡൽ തന്നെയാണ് ഇത്. ഇനി സീറ്റിംഗ് നോക്കുവാണെങ്കിൽ വണ്ടിക്ക് ഒരു സ്പ്ലിറ്റ് സീറ്റിലാണ് കാണാൻ പറ്റുന്നത്. ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ പില്ലിന് കുറച്ചും കൂടി കംഫർട്ടുള്ള സീറ്റിംഗ് സെറ്റപ്പ് ആയിരിക്കും TVS കൊടുക്കാൻ പോകുന്നത്. പിന്നെ ടെയിൽ ലൈറ്റൊക്കെ നോക്കുവാണെങ്കിൽ LED ലൈറ്റാണ്. ടെയിൽ സെക്ഷൻ്റെ ആ ഒരു സെക്ഷനൊക്കെ നല്ല രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ട് വാട്ടർ കോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടിൻ്റെ ടയർസ് വരുന്നത് ഫ്രണ്ടിൽ 21 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചിൻ്റെ അലോവീൽ ടയറാണ് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ വണ്ടി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ സ്പോക്ക് വീൽ ടയർസും കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു സ്പോക്ക് വീലിൻ്റെ കാര്യം ഏകദേശം കൺഫേംഡ് തന്നെയാണ്. ഈ വണ്ടിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ എഞ്ചിനാണ് നമുക്കിപ്പോൾ ഷുവറായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. എഞ്ചിൻ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ഒരു 299 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഡബിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് ആയിട്ടുള്ള DOC എഞ്ചിൻ തന്നെയാണ്. 35 bhp പവർ, 9000 RPM 28.5 Nm ടോർക്ക്, 7000 RPM ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. വണ്ടിക്ക് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ അസിസ്റ്റൻസ് സ്ലിപ്പർ ക്ലച്ചും ഉണ്ടാവും. റൈഡ് ബൈ വേ ത്രോട്ടലും കൂടിയാണ്. നല്ലൊരു ടോർക്കി പവർഫുൾ എഞ്ചിൻ തന്നെയായിരിക്കും TVS നിർമ്മിച്ചിട്ടുള്ളത്. TVSന്റെ RTX D4 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സെഗ്മെന്റിൽ വരുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിൻ തന്നെയാണ്. ഇനി ഈ ഒരു ബൈക്കിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 2,70,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഈ ഒരു ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് എപ്പോഴാണ് നടക്കാൻ പോകുന്നത് നോക്കാം. 2025 പകുതിയോടുകൂടിയായിരിക്കും ഈ ഒരു ബൈക്ക് മാർക്കറ്റിൽ വരാൻ പോകുന്നതെന്നാണ് TVS ഇപ്പം പറയുന്നത്. ചിലപ്പോൾ ജൂൺ ടു ജൂലൈ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യും 2025.